everyone, welcome to Kids Area Online. Class 2 Integration exam ആണ് നാളെ. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാവോ? റെഡി ആണോ നിങ്ങൾ? എന്നാൽ വേഗത്തിൽ പോയി ബുക്ക് എടുത്തിട്ടൊക്കെ വന്നേ. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനം നിറം നൽകൂ. നിങ്ങൾക്ക് നിറം നൽകാൻ ഉറപ്പായിട്ടും ഒരു പ്രവർത്തനം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ക്രയോൺ കൊണ്ടുപോകണം, പെൻസിൽ കൊണ്ടുപോകണം. കുത്തുകൾ യോജിപ്പിക്കാൻ വന്നാൽ കുത്തുകൾ യോജിപ്പിക്കാൻ പെൻസിൽ കൊണ്ടുപോകണം. കളർ ചെയ്യാൻ ക്രയോൺ കൊണ്ടുപോകണം. മറക്കല്ലേ കേട്ടോ. സ്കെച്ച് പെന്നൊന്നും കൊണ്ടുപോകണ്ടേ. ക്രയോൺ അല്ലെങ്കിൽ കളർ പെൻസിൽ മതി. ഓക്കെ. അപ്പോൾ കളർ നൽകാൻ നിങ്ങൾ നല്ലതുപോലെ കളർ ചെയ്യും. കളർ ചെയ്യുന്നതിനോടൊപ്പം ടീച്ചർ ചിലപ്പോൾ പറയും ഇവിടെ എന്തെങ്കിലും ഒന്ന് വരച്ചേ, ഇതിൻ്റെ അടുത്ത് നിങ്ങളൊരു മരം വരച്ചേ. നിങ്ങൾ എന്ത് ചെയ്യണം? മരം വരയ്ക്കണം. മുകളിലെ ഒന്ന് സൂര്യനെ വരച്ചേ, നിങ്ങളൊന്ന് സൂര്യനെ വരയ്ക്കണം. അപ്പോൾ ടീച്ചറെ വേറെ എന്തെങ്കിലും വരയ്ക്കാൻ ഇതിൻ്റെ കൂടെ വരയ്ക്കാൻ പറയുവാണെങ്കിൽ അതും വരയ്ക്കണം കേട്ടോ. വായിക്കാം, എഴുതാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മഴയത്ത് എങ്ങനെയാ തേൻ കുടിക്കാൻ പോവുക? അമ്മ പൂമ്പാറ്റ പറഞ്ഞു. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തു നിൽക്കാം. കുഞ്ഞു പൂമ്പാറ്റകൾ അമ്മയോട് പറഞ്ഞു. മുറ്റത്തെ പൂന്തോട്ടത്തിലെ പൂക്കൾ തലയാട്ടി വിളിച്ചു. മഴ കുറഞ്ഞല്ലോ മക്കളെ, വേഗം വരൂ, നമുക്ക് തേൻ കുടിക്കാം. അമ്മ പൂമ്പാറ്റയുടെ പിന്നാലെ കുഞ്ഞു പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലെത്തി. നേരം വൈകി, വേഗം കുടിച്ചോളൂ. പെട്ടെന്ന് നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ കരയാൻ തുടങ്ങി. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലെത്തുക? ഇതു കണ്ട് മിന്നാമിനുങ്ങ് അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. എൻ്റെ പിന്നാലെ വന്നോളൂ. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പറന്നുപോയി. മനസ്സിലായോ? മഴയായതുകൊണ്ട് തേൻ കുടിക്കാൻ പോകാൻ പറ്റിയില്ല. വിശന്നപ്പോൾ എന്ത് ചെയ്തു? വൈകുന്നേരം മഴ തീർന്നു. മഴ തീർന്നപ്പോൾ പറഞ്ഞു എല്ലാവരും വരൂ വരൂ, നമുക്ക് തേൻ കുടിക്കാൻ പോവാം. തേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നേരം വൈകിയത് അറിഞ്ഞില്ല, നേരെ ഇരുട്ടിയത് അറിഞ്ഞില്ല. നോക്കിയപ്പോൾ നേരെ ഇരുട്ടി. ഇനി തിരിച്ചെങ്ങനെ പോവും? അപ്പോൾ മിന്നാമിനുങ്ങ് എന്ത് ചെയ്തു? വെളിച്ചം നൽകി സഹായിച്ചു. ആ കഥയാണ്. ആരാണ് പൂമ്പാറ്റകളെ വീട്ടിലെത്താൻ സഹായിച്ചത്? പറഞ്ഞേ. വെരി ഗുഡ്, മിന്നാമിനുങ്ങ്. നിങ്ങളുടെ കഥയിൽ ഉണ്ടാവും കേട്ടോ, നിങ്ങളത് കണ്ടെഴുതിയാൽ മതി. മിന്നാമിനുങ്ങ്. നേരം ഇരുട്ടിയപ്പോൾ കുഞ്ഞു പൂമ്പാറ്റകൾ എന്താണ് ചെയ്തത്? നേരം ഇരുട്ടി. കുഞ്ഞു പൂമ്പാറ്റകൾ എന്ത് ചെയ്തു? കരഞ്ഞു, കരയാൻ തുടങ്ങി. വിശന്നിട്ട് വയ്യ, എങ്കിലും കുറച്ചു നേരം കാത്തിരിക്കാം. ഇത് പറഞ്ഞത് ആരാണ്? കുഞ്ഞു പൂമ്പാറ്റകൾ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഇത് വായിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വായിക്കാൻ അറിയാലോ. വായിച്ച് അതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതണം. എങ്ങനെയാണ് പൂമ്പാറ്റകൾ വീട്ടിലേക്ക് പോയത്? മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിൽ. താഴെ കൊടുത്ത പേരുകളിൽ ഈ കഥയ്ക്ക് അനുയോജ്യമായ പേര് തിരഞ്ഞെടുത്ത് എഴുതുക. മഴക്കാലം ചേരുവോ? പൂന്തോട്ടം ചേരുമോ? മിന്നാമിനുങ്ങിന്റെ സഹായം, യെസ്, അത് ചേരും. അതാണ് ചേരുക. മിന്നാമിനുങ്ങിന്റെ സഹായം. തളിരിലകൾ ചേരത്തില്ല. മിന്നാമിനുങ്ങിന്റെ സഹായം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ അല്ല, വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ ഉത്തരം അതിൽ ഒളിച്ചു കിടക്കുന്നുണ്ടാവും. ആ കഥ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അത് കറക്റ്റായിട്ട് ഉത്തരം നൽകണം. ഓക്കെ. ചിലപ്പോൾ എഴുതാനായിരിക്കും ഉണ്ടാവുക, എഴുതാനും ഉണ്ടാവും, ഇതുപോലെ ശരി ഉത്തരം ടിക്ക് ചെയ്യാനും ഉണ്ടാവും. ചെയ്യണം കേട്ടോ. സംഭാഷണം. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും? സംഭാഷണം എഴുതുക. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങ് കണ്ടത് എന്താ? കുഞ്ഞു പൂമ്പാറ്റ കരയുന്നതാണല്ലേ. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം. മിന്നാമിനുങ്ങ് ചോദിച്ചു, എന്താ കരയുന്നേ? മിന്നാമിനുങ്ങിന് പുറകിൽ വിളിച്ചോണ്ട് കേട്ടോ. എന്താ കരയുന്നത്? കുഞ്ഞു പൂമ്പാറ്റ എന്ത് പറഞ്ഞാണ്? നേരം ഇരുട്ടി, ഇനി എങ്ങനെ വീട്ടിൽ പോകും?
മിന്നാമിനുങ്ങ് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ വീട്ടിലെത്താൻ സഹായിക്കാം. കുഞ്ഞു പൂമ്പാറ്റ, അതെങ്ങനെ? മിന്നാമിനുങ്ങ്, എന്റെ വെളിച്ചത്തിൽ പിന്നാലെ വന്നോളൂ. കുഞ്ഞു പൂമ്പാറ്റ, നന്ദി മിന്നാമിനുങ്ങേ. ഇതുപോലെ സംഭാഷണം എഴുതാൻ അറിയാലോ. നിങ്ങളുടെ അമ്മയോടോ അങ്ങനെ ഇങ്ങനൊരു സന്ദർഭത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും? അതുപോലെ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. ഓക്കെ, ഡയറി എഴുതാം. ഡയറി എഴുതുന്നത് എങ്ങനെയാ? അമ്മ പൂമ്പാറ്റയും കുഞ്ഞുങ്ങളും സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പൂമ്പാറ്റ ഡയറി എഴുതുവാൻ തുടങ്ങി. അവൾ എന്തായിരിക്കും എഴുതിയത്? ഡയറി എഴുതുക. ഇവിടെ ഡേറ്റ് എഴുതുക കേട്ടോ. ഡേറ്റും ദിവസവും എഴുതുക. വലതുവശത്ത്, മുകളിൽ വലതുവശത്ത് ഡേറ്റ് എഴുതണം. അതിൻ്റെ താഴെ എന്ത് എഴുതണം? ഏത് ദിവസമാണെന്ന് എഴുതണം. ഇപ്പൊ ടീച്ചർ ഒരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ ഇതിനനുസരിച്ച് ആശയം പറയും. നിങ്ങൾ ഇതിനനുസരിച്ച് എഴുതണം കേട്ടോ. ഇന്ന് മഴയായതിനാൽ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. മഴ ആയതിനാൽ കുഞ്ഞു പൂമ്പാറ്റകളെ കൊണ്ട് തേൻ കുടിക്കാൻ പോകാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം മഴ കുറഞ്ഞപ്പോൾ തേൻ കുടിക്കാൻ പൂന്തോട്ടത്തിലേക്ക് പോയി. തേൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടി. തിരികെ വീട്ടിലേക്ക് പോകാൻ വഴി കാണുന്നില്ല. കുഞ്ഞു പൂമ്പാറ്റകൾ കരയുന്നത് കണ്ട് ഒരു മിന്നാമിനുങ്ങ് അവിടേക്ക് വന്നു. മിന്നാമിനുങ്ങ് വെളിച്ചം നൽകി ഞങ്ങളെ വീട്ടിലെത്തിച്ചു. ഓക്കെ, അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന കാര്യം എഴുതാനാണ്. നിങ്ങൾ ഒരു ദിവസത്തെ ഡയറി എഴുതാൻ പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എഴുതണം. നിങ്ങൾ എന്തൊക്കെ കഴിച്ചു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ കണ്ടു, അതെല്ലാം ഉൾപ്പെടുത്തണം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഡയറി ചോദിക്കുന്നത് ആ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുക. പ്രവർത്തനം 5, ജലസ്രോതസ്. കുഞ്ഞനാമയുടെ വിളി കേട്ടാണ് പൂമ്പാറ്റകൾ ഉണർന്നത്. ഇന്നലെ ശക്തമായ മഴയിൽ എൻ്റെ താമസ സ്ഥലം നിറഞ്ഞു. നമുക്ക് കാണാൻ പോയാലോ? പൂമ്പാറ്റകൾ കുഞ്ഞനാമയോടൊപ്പം അവിടേക്ക് പോയി. അപ്പോൾ കുഞ്ഞനാമ താമസിക്കുന്ന സ്ഥലത്ത് മഴ കൊണ്ട് വെള്ളം നിറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പോയാലോ? ചിത്രത്തിൽ കാണുന്നത് ഏത് ജലസ്രോതസ്സാണ്? നോക്കിയേ, വെള്ളം കുറവാണ്, വെള്ളം ഒഴുകി പോകുന്നില്ല, കെട്ടി നിൽക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇതിനെന്താ പറയാ? കുളം. എന്താ പറയാ? കുളം. ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കണ്ടോ, ഇതുപോലെ കാണുന്നതിന് എന്താ പറയാ? കുളം. ഇതേതാണ്? കുളം. ഇപ്പൊ കുളത്തിന്റെ കരയിൽ ആരുണ്ട്? തവള. കുളത്തിൽ വേറെ ആരുണ്ട്? മീൻ. വേറെ ആരുണ്ട്? കൊക്ക്. വേറെ ആരുണ്ട്? ആമ. അപ്പൊ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏതാ? ആമ, തവള. ഓക്കെ, വെള്ളത്തിൽ ജീവിക്കുന്നതാണ് മീൻ. മീനിനെ കഴിക്കാൻ ആരാ വന്നേ? കൊക്ക്. ഓക്കെ, താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുക? കിണറിൽ നിന്ന് വെള്ളം കിട്ടുമോ? യെസ്, കിണറിൽ നിന്ന് വെള്ളം കിട്ടും. മഴവില്ലിൽ നിന്നോ? ഇല്ല. കാറ്റിൽ നിന്ന് വെള്ളം കിട്ടോ? ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത് കേട്ടോ. കാറ്റിൽ നിന്ന് വെള്ളം കിട്ടോ? ഇല്ല. തോട്? യെസ്, തോടിൽ നിന്ന് വെള്ളം കിട്ടും. മിന്നലിൽ നിന്ന് വെള്ളം കിട്ടോ? ഇല്ല. ആമ്പലിൽ നിന്ന് വെള്ളം കിട്ടോ? ഇല്ല. പുഴയിൽ നിന്ന് വെള്ളം കിട്ടോ? കിട്ടും. കടലിൽ നിന്ന് വെള്ളം കിട്ടോ? കിട്ടും. കാട്ടിൽ നിന്ന് വെള്ളം കിട്ടോ? നോ, ഇല്ല. തടാകത്തിൽ നിന്ന് വെള്ളം കിട്ടോ? യെസ്, കിട്ടും. അപ്പോൾ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഇവിടെ കണ്ടത്? കിണർ, തോട്, പുഴ, കടൽ, തടാകം. നിങ്ങൾക്ക് അറിയാവുന്ന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാ? പുഴയുണ്ട്, കുളം, കിണർ, തടാകം, കായൽ, നദി. അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ജലം കിട്ടുന്ന സ്ഥലങ്ങളാണ് പുഴ, കുളം, കിണർ, തടാകം, കായൽ, നദി, കടൽ. ഇതൊക്കെ. അപ്പൊ ജലസ്രോതസ്സുകളെ കുറിച്ച് ചോദിച്ചാൽ തെറ്റാതെ എഴുതുക. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്. ടീച്ചർ ഇവിടെ കുളത്തെക്കുറിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പുഴയെക്കുറിച്ച് എഴുതാം, കടലിനെ കുറിച്ച് എഴുതാം, കിണറിനെ കുറിച്ച് എഴുതാം. ഇവിടെ ടീച്ചർ കുളത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിറയെ കുളങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. മീൻ വളർത്താനും നീന്തൽ പഠിക്കാനും കുളം ഉപയോഗിക്കുന്നു. കൃഷിക്കായി കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നു. കന്നുകാലികളെ കുളിപ്പിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. കുളത്തിൽ ആമ്പൽ, താമര, പായലുകൾ എന്നിവ വളരുന്നു. മീൻ, ആമ, തവള, നീർക്കോലി ഇവ കുളത്തിൽ ജീവിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടില് നിറയെ കുളങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം കെട്ടി നിൽക്കും, ഒഴുകിപ്പോകില്ല. എന്തിനൊക്കെയാ കുളം ഉപയോഗിക്കാം? മീൻ വളർത്താൻ, നീന്തൽ പഠിക്കാൻ, കൃഷിക്കായി,
കന്നുകാലികളെ കുളിപ്പിക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, ഇതിനെല്ലാം വെള്ളം ഉപയോഗിക്കുന്നു. കുളത്തിൽ എന്തൊക്കെയാ വളരുക? ആമ്പൽ, താമര, പായലുകൾ എന്നിവ വളരും. ഇനി കുളത്തിൽ ആരൊക്കെയാ ജീവിക്കുന്നേ? മീൻ, ആമ, തവള, നീർക്കോലി ഇവയെല്ലാം കുളത്തിൽ ജീവിക്കുന്നു. മനസ്സിലായോ? തെറ്റാതെ എഴുതുമല്ലോ. ജലം സംരക്ഷിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക. ജലം സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ. ജലം അമൂല്യമാണ്. കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ. നാളേക്കായുള്ള വെള്ളം കരുതി വെക്കാം. ഇതെല്ലാം പോസ്റ്ററാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക? വെള്ളം സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് എഴുതുക. ജലം അമൂല്യമാണ്. കാത്തു സൂക്ഷിക്കാം നമ്മുടെ ജലസ്രോതസ്സുകളെ. നാളേക്കായുള്ള വെള്ളം കരുതി വെക്കാം. അപ്പൊ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നാളത്തെ എക്സാം നല്ലതുപോലെ നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.